ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത ഒരു വിഷുവാണ് ഈ 2026. കാരണം എന്താണെന്ന് വെച്ചാൽ ശരത്തേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ശരത്തേട്ടന് ഡ്യൂട്ടി തിരക്കായതുകൊണ്ട് വിഷു സമയത്ത് ലീവേ കിട്ടില്ലായിരുന്നു. ആ ഒരു മന്ത് എപ്പോഴും ആൾക്ക് തിരക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ ആൾക്ക് ലീവ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അതുമല്ല, നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടായ ഒരു ലീവും കൂടിയാണ്. ശരത്തേട്ടൻ്റെ വലിയച്ഛൻ മരിച്ചിട്ട് വെറും 7 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് നമ്മൾ വിഷുക്കണി കണ്ടതും ഒക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലെല്ലാം സെലിബ്രേറ്റ് ചെയ്തു എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. എന്നാലും അങ്ങനെ ഞങ്ങൾ കണിയെല്ലാം കണ്ട് ടെമ്പിളിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനും റെഡിയായി നിൽക്കുക. ഏട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി ശിവക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ച്. ഒരുപാട് വിശ്വാസമുള്ളൊരു ടെമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ മിക്ക ഒഴിവ് ദിവസങ്ങളിലും ഇങ്ങോട്ട് വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. പിന്നെ എക്സാമും അതേപോലെ ലാസ്റ്റ് ആയിട്ട് ഞാൻ 2022 ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് പ്രേ ചെയ്തിട്ടാണ് ഞാൻ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയത്. അതും വെറും 9 ഡേയ്സ് കൊണ്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ എക്സാം എഴുതി, ഞാൻ പാസ്സായി. അതുകൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിശ്വാസമാണ് ഈ അമ്പലം. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് തിരക്കേ ഉണ്ടായിരുന്നില്ല. 11 മണിയൊക്കെ ആയിട്ടോ. അതുകൊണ്ടാവാം എങ്ങോട്ട് ഔട്ട് സൈഡ് പോയാലും ശരത്തേട്ടൻ്റെ കൂടെ എപ്പോഴും യാനു വേണം. യാനുവിന് മസ്റ്റായിട്ട് ഏട്ടനില്ലാതെ പറ്റില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ എങ്ങോട്ടേലും പോയി എന്ന് പറഞ്ഞാൽ യാനു ആ ഡേ ഫുൾ കരച്ചിലായിരിക്കും. അപ്പോൾ ടെമ്പിളിൽ പോകുമ്പോഴും ഏട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചാണ് ചുമ്മാ ഇരുന്നു. കാരണം പ്രത്യേകം റിലാക്സേഷൻ ഫീലിങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഫുൾ പച്ചപ്പാണ്, രമണീയമായ സ്ഥലമാണ്. കുറേ നേരം അവിടെ ഞങ്ങൾ ഇരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. ഉച്ച തിരിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അങ്ങനെ ഈ ലീവ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതും എക്സ്പെക്റ്റ് ചെയ്യാത്തതും കുറേ കാര്യങ്ങൾ ഈ ലീവിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം ഇന്നത്തോടെ കഴിഞ്ഞു. ഞങ്ങൾ നാളെ തിരിച്ച് ഡൽഹിയിലോട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.